എല്ലാവർക്കും എൻ്റെ പുതിയ രീതിയിലേക്ക് സ്വാഗതം കഴിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു BR മാച്ചും കാര്യമായിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു കിട്ടിയിലും പോലത്തെ കിട്ടിയിലും പോലത്തെ ഒരു 1v1 ഉണ്ട് കഴിച്ചു. അതിൽ കിട്ടിയിലും പോലത്തെ 1v1 ആണ്. അത് നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അത് തന്നെ ഫസ്റ്റ് തന്നെ എല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ആദ്യം തന്നെ എടുത്ത് നോക്കിയാൽ അപ്പം നമ്മളെടുത്ത് നോക്കാത്ത ഫസ്റ്റ് തന്നെ ഒരു എനിമി ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വരാർത്ത് UMP എൻ്റെ മോനെ UMP ഇട്ടുണ്ട്. പിന്നെ സ്കാറും കിട്ടാറുണ്ട്. UMPയും സ്കാറും പിന്നെ അടിയിൽ മെഡിക്കിറ്റൊക്കെ എടുത്ത് കുറച്ച് ഫസ്റ്റ് അപ്ഗ്രേഡറൊക്കെ എടുത്തിട്ട് നൈസിന് കറങ്ങി കൊടുത്തിട്ട് ടോക്കൺ എടുത്ത് ഗ്ലൂ വാളൊക്കെ സെറ്റാക്കി വന്ന് അവിടുത്തെ റിവ്യൂ പോയിന്റിലായിട്ട് റിവൈവ് ചെയ്യുന്നുണ്ട്. റിവൈവ് എന്ന് പറഞ്ഞാൽ സോളോ റിവ്യൂ നമുക്ക് 2 ഹെൽത്തായിട്ട് കൂടുതലും ആ സാധനം അത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നിന്ന് കറങ്ങി കുറേ അത്യാവശ്യം ലൂട്ടൊക്കെ സെറ്റാക്കി ഇനി എനിമീനെ കണ്ട് അടിച്ച് ഉറക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. ബാക്കിൽ നിന്ന് ഇരിക്കുന്ന പോലത്തെ അടി കിട്ടി. പിന്നെ നമുക്കടുത്ത് AC ഇട്ടെടുക്കണം. AC ആയിട്ട് അങ്ങോട്ട് എടുത്ത് AC ആയിട്ടാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ AC ആയിട്ടാണ് കൂടുതൽ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് എത്തുമ്പോൾ ഒരു കിട്ടില്ല പോലത്തെ ഗെയിം പ്ലേ ഉണ്ട്. എല്ലാവരും മറക്കാതെയാണ്. നമ്മൾ വെള്ളിക്കാലത്ത് ദേവണ്ടായിക്കെ എടുക്കണം. AC 2 അടിച്ച് കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ എനിമയൊക്കെ അടുത്ത് ദേവണ്ട അടിയിൽ ലൂട്ട് കിടക്കണം. അപ്പം നമ്മൾ ലൂട്ടും കാര്യങ്ങളും എടുക്കാമെന്ന് വെച്ച് കയറ്റിച്ചെന്ന് ലൂട്ടൊക്കെ എടുക്കുമ്പോൾ ഓപ്പണിൽ നിന്ന് ലൂട്ട് എടുക്കണം. പിന്നെ സൈഡിലായാലും അനങ്ങണമെന്നൊക്കെ തോന്നി. പിന്നെ ഒക്കെ അടുത്ത് പറന്നിറങ്ങണം. AC 2-3 അടി കൊടുത്ത് ഡ്രാഗായിട്ട് ഹെഡ് കയറുന്നില്ല. നല്ല ഞാൻ ഇവിടെ ചത്ത് നോക്കി. പിന്നെ നമുക്ക് അത് 24 കൊടുത്തിട്ട് അവനങ്ങനെ തീർത്തിട്ട് നോക്കിയാൽ അപ്പോൾ അതിനോട് എനിക്ക് 2 കില്ലും കാര്യങ്ങളും കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെഡിക്കറ്റ് അടിക്കാത്ത ചുറ്റിനും കാര്യങ്ങളും നോക്കുകയാണ്. അപ്പോൾ സൈഡിലൊരു എനിമി ഉണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് നൈസിന് ഇവിടെ നിന്ന് കളിക്കാൻ നേരിച്ചിട്ട് പിന്നെ നോക്കാർക്ക് നൈസിറ്റ് ബുള്ളറ്റൊക്കെ സെറ്റാക്കി എല്ലാം കറക്റ്റ് ലൂട്ടൊക്കെ അടുത്ത് ഇവിടെ എടുത്തിരുന്നു. എടുത്തതിൻ്റെ ബാക്കിൽ നിന്ന് അടിച്ചു. പക്ഷേ അത് പാനിലാവുന്നത് എൻ്റെ ലക്കിന്. പിന്നെ UMP പിടിച്ചിട്ടാണ് ചത്തെന്ന് എനിക്കൊരു അറിയില്ല. പിന്നെ ഇവിടെ എന്തോ എനിക്ക് തോന്നിയുണ്ട്. പിന്നെ അവിടെ നോക്കിയപ്പോൾ എവിടെയും കണ്ടില്ല എനിമീനൊക്കെ. പിന്നെ അവിടെ നോക്കി ഇനിയിപ്പോൾ അവരും വിചാരിച്ച് പിന്നെ വന്നില്ല. പിന്നെ ഇവിടുത്തെ റൂട്ടുകാരിലൊക്കെ എടുത്ത് പിന്നെ കറങ്ങി ഇവിടെ നിന്ന് ഇവിടെയും കണ്ടില്ല അവനെ. ഇവിടെ നിന്ന് ഇങ്ങനെ മനസ്സിന് വന്നിട്ട് ഇതേവിടെ ടോക്കണൊക്കെ എടുത്തിട്ട് മനസ്സിന് പുറത്തേക്ക് ഇറങ്ങി എനിമീനെ നോക്കി വീട്ടിൻ്റെ മണ്ടക്കായിട്ട് അങ്ങോട്ട് കയറി അതേ സേവ് കിട്ടുക. എന്താ മോനെ ഞാൻ വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ചത്തുന്ന കേട്ടാ. ഇവിടെ നിന്നൊരു മൂവ്മെൻ്റ് ഉണ്ട് മോനെ. ഞാൻ വിചാരിച്ച് ചത്തുന്ന എന്നെ പാക്കാക്കിയാൽ മതി. ഞാനിവിടെ മെഡടിച്ച് കംപ്ലീറ്റ് ആക്കുമ്പോൾ തന്നെ അവനെ എനിമീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. എനിമ അവനെ കണ്ടിട്ടില്ല കേട്ടോ. എന്നെ കണ്ടിട്ടില്ല. ഞാനിവിടെ നോക്കി ഇപ്പം എന്നെ കണ്ടെന്ന് ഓക്കെ. ഞാൻ ഗ്ലൂ ആൾട്ട് നോക്കിയത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് എന്നെ അടിച്ച് എന്നെ പാക്കാക്കി പാക്കാക്കിയിട്ട് പിന്നെ ഗ്ലൂ ആൾട്ട് നൈസിന് ഇങ്ങോട്ട് കയറി. അപ്പോൾ എന്തായാലും നമുക്ക് 3 കില്ലായിട്ടുണ്ട്. നമുക്കടുത്ത് കില്ല് 3 ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇറങ്ങി ചെന്നവൻ അടിക്കാൻ നമുക്കടുത്ത് ഇവനവനെ കാണില്ല. അവൻ കാറെടുത്ത് പോയിട്ടുണ്ടാവും. അവൻ പോട്ടെ. നമുക്കടുത്ത് ഇവിടെ നമുക്ക് നല്ല അടി കൊള്ളാനുണ്ട്. മേളിൽ നോക്കി മേളിൽ തന്നെ മൈൻഡ് നമ്മൾ ഇവിടുന്ന് റൂട്ടൊക്കെ എടുത്ത് നൈസിന് ഇവിടുന്ന് മെഡൊക്കെ അടിച്ച് ഒരു മെഡ് അടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചാൽ മെഡ് അടിച്ചില്ല. പിന്നെ ഹെഡ് അടിച്ച് അങ്ങോട്ട് കയറി. പിന്നെ എന്തായാലും അവൻ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളാണെങ്കിൽ കറങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് UMPക്ക് മറ്റേ സൈലൻസറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഹെൽത്തും കൂടി മേടിക്കാൻ വേണ്ടി നമ്മൾ റിവേ സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ കിണ്ണ പോലത്തെ അടി പൊട്ടിയിരിക്കുക. നമുക്ക് ഇറങ്ങി തിരിഞ്ഞ് കുറച്ച് ടൈം എടുത്തിട്ട് അവനെ കണ്ടില്ല. കേസിട്ട് 2-3 അടി കൊടുത്തപ്പോൾ അവൻ ചത്തി. അവൻ ലോങ്ങിലുള്ള ആരുമാണ് അടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലോങ്ങി നോക്കട്ടെ. ലോങ്ങിലും വൈപ്പായി അവൻ. നമ്മൾ ലോങ് സ്കോപ്പ് അവൻ വൈപ്പായിട്ടുണ്ടായിരുന്നു. പൊങ്ങി ഉണ്ടോന്നൊക്കെ നോക്കിയാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ റിവേ സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ ഒരു നാറിയാണ് സൈഡിയും അടിച്ചിട്ട് AC അടിച്ചിട്ടെന്ന് തോന്നുന്നു. ഞാൻ വെച്ചാൽ ചത്തുന്നില്ല. റിവൈവ് ഉണ്ടായി. പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് നാപ്പനെ അടിച്ചിട്ട് കില്ലൊക്കെ തൂത്ത് വാരി അവൻ്റെ ഇതൊക്കെ എടുത്ത് ലൂട്ടൊക്കെ എടുത്ത് നൈസിന് ഈ റിവേ സ്റ്റേഷന് ഫുള്ളാക്കി കയറാമെന്ന് വിചാരിച്ചു.
കയറി ചെന്നാൽ അണ്ണാക്കിലേക്ക് കയറി കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളാ സോൺ ഡാമേജ് ആണെങ്കിൽ 2 വെച്ചാണ് കുറയണം. ഓക്കെ, പെട്ടെന്ന് കുറയുന്നുണ്ട് അത്യാവശ്യം. അവിടെ ചത്തുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കറങ്ങിയാണ് അടിച്ച് പിടിച്ചിട്ടില്ല. ലാസ്റ്റ് ഞാൻ കുത്തിപ്പിടിച്ച് അവനങ്ങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഹെയറൊക്കെ അടിച്ച് പതുക്കെ മെഡിക്കറ്റ് അടിച്ച് കയറാമെന്ന് വെച്ചു. അപ്പോൾ തന്നെ നമ്മുടെ സൂപ്പർ റിവ്യൂവും കാരണം മറ്റേ റിവ്യൂവും കാരണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവൻ്റെ ലൂട്ട് ബോക്സ് ലൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ലൂട്ട് ബോക്സ് UMP എടുക്കാന്ന് വെച്ചാൽ UMP അന്ന് എടുത്തിട്ട് മാസ് കളിയാണല്ലോ. UMP വിത്ത് ACAT ആണ് ഒരു കോംബോ വെച്ചേക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്നാലും അപ്പോൾ കഴിച്ച് നമുക്ക് ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊക്കെ അടുത്തത് അവിടെ ഒരുത്തൻ ഈ ഡ്രോപ്പ് മറ്റേ ഇതില്ലേ ഇത് റെയിൽവേ സ്റ്റേഷൻ ഫുള്ളാക്കി നിൽക്കണായിരുന്നു. നൈസിന് 2-3 അടിയൊക്കെ തന്നെ അവനങ്ങോട്ട് ചത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മിക്ക ആൾക്കാർ 2-3 അടി ചാവും. കാരണം സോൺ ഡാമേജ് കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ചാവും. ഓക്കെ, നമ്മളൊക്കെ കിടന്ന് എന്താണെന്നൊക്കെ ലൂട്ടൊക്കെ നോക്കി പതുക്കെ ഞാൻ മെഡിക്കറ്റ് കിടന്നു പോയി. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഹെൽത്തും കൊണ്ട് ഇങ്ങനെ പോകണമായിരുന്നു. പിന്നെ നമ്മൾ കുറേ ആൾക്കാർക്ക് ഒക്കെ ഫൈനൽ കുതിരനെ കിട്ടിയ കഴിച്ച്. ഇപ്പോൾ കുതിരയാണ് കൂടുതൽ. നമ്മൾ മറ്റേ ബൈക്കൊന്നും കാണാറില്ല കേട്ടോ. ഇപ്പോൾ കൂടുതൽ കുതിരയാണ്. ബൈക്ക് ഫ്രീ ഫയറിൽ ഒഴിവാക്കിയ കഴിച്ച് അറിഞ്ഞുകൂടാ. നോക്കുക, ഇവിടെ നോക്കാടുത്ത് അവിടെ ഇഷ്ടം പോലെ ന്യൂസ് ഉണ്ട്. ഞാൻ പിന്നെ കുറേ അടിക്കാൻ നോക്കി ഒരെണ്ണം പോലും ഡ്രാഗ് കയറുന്നില്ല ഗൈസ് ഈ ഒരു സമയത്ത്. ഓക്കെ ഗൈസ്, നിങ്ങളെ കാണിക്കാത്തെന്ന് പറഞ്ഞൂടാ. എൻ്റെ ഞാനിത് കുറേ ഫുള്ള് ഡാമേജ് കയറി. പക്ഷേ അവൻ ചത്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് ബഗ്ഗായിരിക്കുന്നില്ല. ഓക്കെ, പിന്നെ സോണിൽ കയറാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബാക്കിൽ നിന്ന് കയറ്റി. അപ്പം ഞാൻ 2 ഗ്ലൂവാൾ സൈഡിലും ബാക്കിലിട്ടിട്ട് അങ്ങോട്ട് ഓടിപ്പെടന്നെ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും 6 കില്ലായിട്ടുണ്ടായിരുന്നു. 6 കില്ല് സെറ്റാക്കിയിട്ട് ചെന്നോക്കിയ ഈ കളി എങ്ങനെയായാലും ബൂയി അടിക്കണമെന്ന് പറഞ്ഞാണ് ഈ കളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഗൈസ്, വീഡിയോ ഇത്ര കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തൊരു പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു പുതിയ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് വരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ ചെറിയ ചാനൽ നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, ഇനി 100K ലൈക്കും അങ്ങനത്തെയൊക്കെ അങ്ങനെ വേണ്ട. ഓക്കെ ഗൈസ്, അവന് ചത്തുന്നായിരുന്നു. 100K ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടൂലേ, അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഗീവയും കാര്യങ്ങളും വെക്കുന്നതാണ്. റെഡിയും കോഡും കാര്യങ്ങളും കൊടുക്കുന്നതാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ ഒരു 100K ലൈക്കും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കാര്യങ്ങൾ കിട്ടാം. അപ്പോൾ അവരിൽ നിന്ന് ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അയക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പോൾ നമ്മൾ കളിയിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നോക്കി നമ്മളാരെങ്കിലും ഓരോ കൊന്നിട്ടുണ്ടായിരുന്നു ആര്. പിന്നെ നമ്മൾ അവനെ ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിൽ നമ്മൾ ലൂട്ടിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ നമ്മളെ എത്ര റിവ്യൂവാണ് ലാസ്റ്റ് റിവ്യൂ ആണ് ഗൈസ്. ഇതും കൂടി ചത്തയാണ്. പിന്നെ ചത്ത് ഗൈസ്. ഓക്കെ, ഈ ഒരു സമയത്താണ് എൻ്റെ മാസ് ഗെയിം പ്ലേ ആണ്. ഓക്കെ, ശരി, വീണ്ടും ഒരുത്തന്നെ അടിച്ചിട്ട് അങ്ങനെ കില്ല് സെറ്റാക്കി ഇരിക്കുമ്പോഴാണ് ഞാൻ വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് അടിയിട്ട്. ഓക്കെ, നേരെ അടുത്ത് ടും സൗർ എടുക്കണം ഗൈസ്. ഒരടി കൊടുത്തു 2 അടി കൊടുക്കാൻ നോക്കി കൊണ്ടില്ല ഗൈസ്. നമ്മളെ മറ്റേ ഫയറില്ലേ വേറെ. ഓക്കെ, അതൊരു എന്നിട്ടപ്പോൾ തന്നെ അവൻ ചത്തു. പക്ഷേ ഞാൻ വേറൊന്നും കൂടിയിട്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഗൈസ് ഞാൻ സ്നൈപ്പർ എടുത്ത് എൻ്റെ മോനെ വിഷയം എന്ന് പറഞ്ഞാൽ വിഷയം. ഞാൻ AWM എടുത്തിട്ട് ഓക്കെ എൻ്റെ ബാക്കിൽ നിന്ന് വീണ്ടും അടിച്ചപ്പോൾ ഞാൻ ഗ്ലൂവാട്ടി AWM ഡബിൾ സ്നൈപ്പറിലാണ് ഗൈസ്. ഓക്കെ, ഇനി കളിക്കാൻ പോകുന്ന 9 പേരിലും ഡബിൾ സ്നൈപ്പർ 8 പേരേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നമ്മളെ കില്ലൊക്കെ അടുത്ത് 8ആണ്. ഓക്കെ, ഞാൻ ലോങ്ങിൽ അടിക്കാൻ നോക്കി കൊണ്ടില്ല. ഈ ഗ്ലൂ വാളിനെ അടിക്കാൻ നോക്കിയിട്ട് അത് കൊണ്ട് കഴിച്ചു. പക്ഷേ ഫേക്ക് ഡാമേജ് ആയിരുന്നു. ഓക്കെ, ഞാൻ മറ്റേ സാധനം ഇട്ടിട്ട് മറ്റേ ഗ്ലൂ വാളിൽ പൊട്ടിക്കാൻ പറ്റില്ലല്ലോ, അതൊരു സാധനം ഇട്ടിട്ട് മെഡിക്കേറ്റ് അടിച്ച് നൈസിന് ഇങ്ങോട്ട് കയറാമെന്ന് വെച്ച് നമുക്കടുത്ത് ഫ്രണ്ടിൽ ഒരു ഗ്ലൂ വാൾ. ഞാൻ വിചാരിച്ചു അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അവിടെ ഒരു എനിമി ഉണ്ട്, അങ്ങോട്ട് പോകണ്ട, അവിടെ ഒരു എനിമി ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ അങ്ങോട്ട് പോയില്ല. ഓക്കെ, ഞാൻ പിന്നെ കുറേ നേരം നോക്കി. ബാക്കിലൊക്കെ അടി പൊട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കി ഞാൻ പതുക്കെ ഈ വീട്ടിനങ്ങോട്ട് അകത്തേക്ക് കയറി. ഈ വീട്ടിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് അടി വരുന്നുണ്ടോയെന്ന് സംശയം. ഇവിടെ ഗ്ലൂകളൊക്കെ പൊട്ടിച്ച് നൈസ് നിൽക്കാലത്ത് ആരും കണ്ടില്ല. അപ്പം ഞാൻ അകത്തേക്ക് പോയി.
പിന്നെ അകത്തേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ നോക്കി മേളാരെ പറന്നിറങ്ങനെയൊക്കെ കുറേ കാണിച്ചു സ്ക്രീനിലൊക്കെ. പിന്നെ ആരെയും കണ്ടില്ല. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ കുറേ നേരം നോക്കി ജീപ്പിലെടുത്ത് ആദിവാസി കയറിപ്പോണു. എൻ്റെ മോനെ ഞാനൊരു 97 കൊടുത്ത് പിന്നീടടിക്ക് എൻ്റെ മോനെ ചത്ത്. ഞാനൊരു ചത്തില്ലെങ്കിൽ റുവാൾട്ട് റുവാൾട്ടിട്ട് കറങ്ങി ചെന്നടിക്കാതെ വെച്ച് അവൻ്റെ ഒരു ബേബിയെ മേറ്റിട്ടതിന് ശേഷം അപ്പോൾ സൈഡിൽ നിന്നൊക്കെ അടി കിട്ടിയിട്ടാവും. ആകെ സൈഡിൽ നിന്നൊക്കെ അടി കിട്ടി ആകെ തീർന്ന് സൗണ്ടുകളിലൊക്കെ ഒന്ന് കുറക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ കില്ലൊന്നും ഇത്തരല്ലേ. 3 പേരും കൂടി ലാസ്റ്റിലേക്ക് ഡാമേജ് ഇവിടുന്ന് ചത്തുന്നു. എൻ്റെ മുന്നിൽ ഡാം എടുത്ത് അന്നോട്ടും ചത്തില്ല ലാസ്റ്റ് 3 വട്ടം കാണിക്കണം ഞാൻ ലാസ്റ്റ് അഡിക്റ്റായി 2-3 അടി അടിച്ചിട്ടാണ് ചത്തത്. പിന്നെ ലാസ്റ്റ് 3 പേരും കൂടി അല്ലേത് എൻ്റെ അവനെ ലാസ്റ്റ് 3 പേരും കൂടി വരും. ഞാൻ വിചാരിച്ചു ചത്തുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ ജടക്കിടക്ക് ഞാൻ വിചാരിച്ചു ചത്ത് പക്ഷേ ചാവുന്നില്ല. ഒരു 173 കൊടുത്ത് പിന്നെ പതിക്കെ അങ്ങോട്ട് കയറി മേളിൽ നിർത്താൻ പറന്നിറങ്ങണം. അവനെ കില്ലെടുക്കാൻ വെച്ച് അവൻ തൊട്ടപ്പോഴത്തേനും അവൻ ചത്ത്. പിന്നെ അടുത്ത് അവൻ ഗ്ലൂ വാൾട്ടിക്കണം. അടിയിൽ നിന്ന് ഒരു MB2 കിട്ടി. 61 ചേർന്നിട്ട് അവൻ്റെ ഡാമേജ് പോയി എന്ന് മനസ്സിലാവുണ്ട്. എനിക്ക് സോൺ ഡാമേജ് കിട്ടിയാവുണ്ട്. ഞാൻ പതുക്കെ കയറണം. അടിച്ചു നോക്കുന്നുണ്ടോ എനിക്ക് കൊള്ളുന്നുണ്ടോന്ന്. പെട്ടെന്ന് സാൻഡിനോട്ടം കയറി വന്നപ്പോൾ ഞാൻ ബേബി എന്നിട്ട് 2 ദിവസം കാളിങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.